ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സാരി ബ്ലൗസ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഈ ബ്ലൗസ് മുകളിലേക്ക് കയറി പോകുന്ന ഒരു പ്രത്യേകത കാണാറുണ്ട് ചിലർക്കെങ്കിലും. അപ്പോൾ ആദ്യമായിട്ട് തയ്യലൊക്കെ പഠിച്ചിട്ട് നമ്മൾ ബ്ലൗസൊക്കെ തയ്ച്ച് നോക്കുമ്പോൾ എല്ലായിടവും കറക്റ്റ് ആവില്ല, നമ്മൾ എടുക്കുന്ന അളവൊന്നും കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അത് തുണിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കൂട്ടത്തിലൊന്നാണ് ഈ ബ്ലൗസ് മുകളിലേക്ക് കയറി പോകുക എന്നുള്ളത്. അതിന് അങ്ങനെ കയറി പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തുണി കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ തുണി തയ്ക്കുമ്പോൾ നോക്കേണ്ടത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലും ബിഗിനേഴ്സിനാണ് ഉപകാരപ്പെടുക, അല്ലാത്ത നമ്മൾ കുറേ തയ്ച്ച് പരിചയമൊക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം ഇതേപ്പറ്റി അറിയാമായിരിക്കും. അപ്പം ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു 6 കാര്യങ്ങളാണ് പറയുന്നത്. ആ മിസ്റ്റേക്ക്, അതായത് ബ്ലൗസ് മുകളിലേക്ക് കയറി പോകാതിരിക്കാൻ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബ്ലൗസ് നല്ല ഫിറ്റിൽ നമുക്ക് തയ്ച്ചിടാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത്, നമ്മൾ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ പുറകുവശത്തെ ഇറക്കം എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്ത് പുറകുവശത്തെ ഇറക്കം നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത്. ചിലർ ഇപ്പം ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവരൊക്കെ ഈ ഇവിടെ പടി കൊടുത്ത് തയ്ച്ചെന്ന് വരില്ല, അതിന് പകരം ഇത് മടക്കി അടിക്കുമായിരിക്കും ചെയ്യുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ പീസ് നമ്മൾ 2.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ മടക്കി തയ്ക്കുമായിരിക്കും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഫ്രണ്ടിലത്തെ തയ്യലെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് മടക്കി തയ്ക്കുക. അപ്പോൾ ഇത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഇറക്കം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഫുൾ ലെങ്ത്, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഇറക്കം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ബ്ലൗസ് മുകളിലേക്ക് കയറി പോകും. ഇറക്കം കുറയുന്നത് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്, കൈക്കുഴി നമ്മുടെ കറക്റ്റ് അളവിലല്ലെങ്കിൽ ഇവിടെ ലൂസ് വരും. ഇവിടെ ലൂസ് വരുമ്പോൾ ഷോൾഡറിനെ ബാധിക്കും, ബ്ലൗസിനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ നമുക്ക് അതും കറക്റ്റ് ഫിറ്റ് ആകാതിരിക്കാനുള്ള ഒരു പ്രശ്നമാണ്. മൂന്നാമത്തത്, നമ്മുടെ ഇവിടുത്തെ നീളം. ഇത് നമ്മൾ ആം ഹോളിനനുസരിച്ചല്ല നമ്മുടെ കൈക്കുഴി എടുക്കുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് പാകമാകാതെ വരും. പിന്നെ മൂന്നാമത്തെ കാരണം, നമ്മുടെ ഇവിടുത്തെ നീളം, അതായത് ഈ കൈ കഴിഞ്ഞിട്ടുള്ള താഴെ പടി വരെയുള്ള നീളം നമുക്ക് കുറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും തയ്യൽ പഠിച്ച്, നമ്മൾ വീടിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ തയ്യൽ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കിയായിരിക്കും ബ്ലൗസ് കട്ട് ചെയ്യുക. അപ്പം പല യൂട്യൂബേഴ്സും ചില വീഡിയോകളിൽ അങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് തന്നെ നമ്മുടെ കൈക്കുഴി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആ ഷോൾഡർ തന്നെ കൈക്കുഴി എടുക്കുമ്പോൾ നമുക്കെന്താണ്, നമ്മുടെ ആം ഹോളിനനുസരിച്ചായിരിക്കില്ല ചിലപ്പോൾ ആ കൈക്കുഴി. എല്ലാവർക്കും ഈ ഷോൾഡറിനനുസരിച്ച് കൈക്കുഴി എടുത്താൽ കറക്റ്റായി വരില്ല. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്കാണ് ഈ ഷോൾഡർ തന്നെ ആം ഹോൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഴുത്ത് കുറച്ച് നമ്മൾ ബോർഡിനൊക്കെ കണക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷോൾഡർ തന്നെ കൈക്കുഴി എടുക്കാൻ പറ്റും. പക്ഷേ അല്ലാത്ത നോർമൽ കേസിൽ നമ്മൾ കഴുത്തിറക്കം കൊടുത്ത് തയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്താൽ അത് കൂടിപ്പോകും. അത് തന്നെയല്ല, നമുക്ക് വേണ്ട ആം ഹോൾ അളവിനേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ ആം ഹോൾ അളവിനേക്കാൾ കൂടുതൽ നമ്മൾ കൈക്കുഴി എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇറക്കം കുറഞ്ഞു പോകും. ഇവിടുത്തെ ഇറക്കം, ആ ഇറക്കം കുറയുന്നതും നമ്മൾ ഈ കൈ ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ പൊക്കുമ്പോൾ, ബ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഈ കൈ പൊക്കുമ്പോൾ ഈ ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കൈ മുകളിലേക്ക് വലിയും. അപ്പം ഈ ബ്ലൗസ് മുകളിലേക്ക് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ 3 പ്രശ്നമാണ് പറഞ്ഞാൽ. ഒന്ന് നമ്മുടെ പടിയുടെ പ്രശ്നം, 2 നമ്മുടെ കൈക്കുഴിയുടെ പ്രശ്നം, 3ാമത്തെ നമ്മുടെ ഇവിടുത്തെ ലെങ്തിൻ്റെ പ്രശ്നം. അപ്പോൾ 3 കാര്യം പുറകിൽ തന്നെ പറഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ കാര്യം ഇവിടെയാണ് പറയാൻ പോകുന്നത്, ഫ്രണ്ടിലാണ്. നമ്മളിനി 4ാമത്തെ പ്രശ്നം പറയാൻ പോകുന്നത്, ബ്ലൗസ് കറക്റ്റ് ഫിറ്റ് ആകാതിരിക്കാനുള്ള പ്രശ്നം പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൂസാകുന്നതാണ്. അതായത് ഇവിടുത്തെ അളവ് ലൂസായി വരുമ്പോൾ ഈ കൊളുത്ത് നമ്മൾ ഇടുമ്പോൾ തന്നെ ലൂസായിട്ടിരിക്കും. അപ്പം കഴുത്തേലും ലൂസ് വരും, നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിനെ ആ ലൂസ് ബാധിക്കും. അത് സാധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോ തന്നെ ചിലർ പറയും ശരീരത്തിൻ്റെ ഉയർന്ന അളവ്, ശരീരത്തിൽ ഏതാണോ ഉയർന്ന അളവ്, അതായത് ബ്രസ്റ്റ് അളവാണ് ഉദ്ദേശിക്കുന്നവർ, ആ ബ്രസ്റ്റ് അളവ് വെച്ചിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ചില വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലരങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ബ്രസ്റ്റ് അളവ് തന്നെ ചെസ്റ്റ് അളവായിട്ട് കണക്കാക്കി അത് അടയാളപ്പെടുത്തി ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 36 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഉയർന്ന സ്ഥലത്ത് നമുക്ക് 38 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മുടെ മൊത്തം നമുക്ക് ഈ വണ്ണത്തിൽ ബാധിക്കും. അപ്പോൾ ഇവിടെ ലൂസ് കൂടുതൽ വരും. അത് ഞാൻ പെട്ടെന്ന് നേരത്തെ കാണിച്ചു തരാം. 4ാമത്തെ അതാണ്. 5ാമത്തത് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം. നമ്മൾ പുതിയ ആൾക്കാരൊക്കെ ആകുമ്പം, അതായത് പുതിയ ബിഗിനേഴ്സൊക്കെ ആകുമ്പം, അല്ലത്തോളം തയ്യൽ പഠിച്ചിറങ്ങിയവരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തില്ല. അവർ മൊത്തത്തിൽ ഇങ്ങനെ തുണി ഇറക്കം എടുത്തിട്ട് കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി അവർ തുണി വെട്ടിയെടുക്കുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കണക്കാക്കാത്തതുകൊണ്ട് തന്നെ ഈ ടക്കിൻ്റെ നീളം കുറഞ്ഞു പോകും. അപ്പോൾ ഈ കട്ടിങ് ഈ ബ്രസ്റ്റിലേക്ക് കയറി നിൽക്കും. അപ്പോൾ ഇവിടെ ഫിറ്റായിരിക്കേണ്ട സാധനം മുകളിലേക്ക് കയറിപ്പോകും.
ഇവിടെ നിൽക്കുമ്പോൾ അവിടെ കറക്റ്റ് ഫിറ്റ് ആവില്ല, അപ്പോൾ അത് മുകളിലേക്ക് കയറും. അപ്പം 5ാമത്തെ കാര്യം ഇതാണ്. ഇനി 6ാമത്തത് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഈ 3ാമത്തെ കൊളുത്തുണ്ട്, 1 2 3 3ാമത്തെ കൊളുത്തിൻ്റെ അവിടെ നമ്മൾ ലൂസാണെങ്കിൽ, അതായത് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ ലൂസായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ആ ലൂസ് നമ്മുടെ ഈ അടിഭാഗത്തെയും ബാധിക്കും. ഈ അടിവശത്ത് വണ്ണം കൂടുതലായാലും ഇവിടെ വണ്ണം കൂടുതലായാലും നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ കറക്റ്റ് ഫിറ്റായിട്ട് അടിക്കുക, ഇവിടെ നമ്മൾ കറക്റ്റ് വണ്ണത്തിൽ തന്നെ അടിക്കുക. അതാണ് ലൂസ് നമ്മുടെ ഈ അടിഭാഗത്തെയും ബാധിക്കും. ഈ അടിവശത്ത് വണ്ണം കൂടുതലായാലും ഇവിടെ വണ്ണം കൂടുതലായാലും നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ കറക്റ്റ് ഫിറ്റായിട്ട് അടിക്കുക, ഇവിടെ നമ്മൾ കറക്റ്റ് വണ്ണത്തിൽ തന്നെ അടിക്കുക. അതാണ് 6ാമത്തെ കാര്യം. പിന്നെ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ കൈയും ഉടലും നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു അടിക്കുന്നത്. ഇപ്പം സാധാരണ എല്ലാവരും തന്നെ അടിക്കുന്നത് ഇത് ഒരുമിച്ചാണ് അടിക്കുന്നത്. അതായത് നമ്മുടെ കൈ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈഡ് അടിക്കുക. പണ്ടെന്ന് പറഞ്ഞാൽ കൈ സെപ്പറേറ്റ് ആയിരിക്കും, ഉടൽ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ കൈ പൊക്കിയാലൊന്നും ഈ ബ്ലൗസ് ഇങ്ങനെ വലിയില്ല, മുകളിലേക്ക് വലിയില്ല. ഇല്ല, ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ അടിക്കുന്നുണ്ട്, നമുക്ക് വണ്ണം കൂട്ടാൻ എളുപ്പത്തിന് നമ്മൾ നേരെ അടിക്കുന്നുണ്ട്. ഈ കൈ വെക്കുമ്പോൾ തന്നെ ഈ ബ്ലൗസ് ഇങ്ങനെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും, കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ. അപ്പം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കൈ അറിയാവുന്നവർ കൈ സെപ്പറേറ്റ് അടിച്ചാൽ അവിടെ നല്ല ഫിനിഷിങ് നിൽക്കും, കറക്റ്റ് ഫിറ്റിൽ നിൽക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വെട്ടുന്നതെന്ന് കാണിച്ചു തരാം. വെട്ടുമ്പോൾ അതിൻ്റെ ബാക്കി എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് അളവ് ബ്ലൗസ്. ഇത് 1:20 തുണിയുണ്ട്. നമ്മൾ 3/4 ആണ് കൈ തയ്ക്കുന്നത്, 11 ഇഞ്ച് ഇറക്കത്തിലാണ് കൈ തയ്ക്കുന്നത്. 1:20 തുണിയുണ്ട്. അപ്പോൾ നമുക്ക് അളവ് ബ്ലൗസിൻ്റെ ഇറക്കവും വണ്ണവും നോക്കാം. ഇറക്കം നമുക്ക് 14.5 ഇഞ്ചുണ്ട്. കഴുത്തിറക്കം 8.5 ഇഞ്ച് ഇറക്കമുണ്ട്. 8.5 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. ഇവരുടെ ചെസ്റ്റ് വണ്ണം 39 ബസ്റ്റ് വണ്ണം 41 അടിയിലത്തെ വണ്ണം 35 ഇങ്ങനെയാണ് അളവുള്ളത്. ഇവരുടെ ആം ഹോൾ റൗണ്ട് 17.5 അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. പിന്നെ ഇവരുടെ ഷോൾഡറിൻ്റെ വീതി എന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഈ അളവിൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം മറ്റേത് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പരിഹാരം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിച്ച് പറഞ്ഞുതരാം. നമുക്ക് കൈക്ക് ഇറക്കം നോക്കാം. ആദ്യം നമുക്ക് കൈ വെട്ടാം. അപ്പോൾ കൈക്ക് ഇറക്കം 11 ഇഞ്ചാണ്. മുകളിലത്തെ വണ്ണം നമുക്ക് 8.5 ഇഞ്ചാണ്. അടിവശത്തെ വണ്ണം 5.5 ഇഞ്ചാണ്. 5.5 ഒരു പോയിന്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് കൈ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ചാണ് കൂടുതലിടുന്നത്. നമുക്ക് 11 കിട്ടണമെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കൂടുതലിടുക, 12 ഇഞ്ച്. ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിടണം. നമ്മൾ ലൈനിങ് വെക്കുന്നത് കൊണ്ട് നമ്മൾ 1 ഇഞ്ചാണ് കൂടുതലിടുന്നത്. അപ്പോൾ ഇവരുടെ ഹാഫ് ഹൈറ്റ് വരുന്നത് 39 ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൻ്റെ 10-1 എന്ന് പറയുമ്പോൾ 3.25 4 വരും. പക്ഷെ നമ്മൾ 3.25 ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-1 ഭാഗം നമ്മൾ ഹാഫ് ഹൈറ്റ് ആയിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ണം ഏർപ്പെടുത്താം. 8.5 ഇഞ്ച്. അടിവശത്തെ വണ്ണം 5. നമുക്ക് ഈ വണ്ണം കൂട്ടി വരയ്ക്കാം. കഴുത്തുമ്പോൾ വരച്ചു. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്യണം. കൈ നമുക്ക് ഏത് വിധത്തിലും വെട്ടാം. ഞാൻ പല വിധത്തിൽ വെട്ടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ പകുതി 9 ഇഞ്ചാണ്. ഇതിൻ്റെ പകുതി 4.5. നമുക്കിവിടെ ഒന്ന് കൈ ഷേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇത് നമുക്കിത് ബോക്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാം. പക്ഷേ എളുപ്പത്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഹാഫ് ഹൈറ്റിൻ്റെ അവിടെ വര കൊടുത്തിട്ട് ഇതിൻ്റെ നടുവ് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശവും പുറകുവശവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിത് വെട്ടിയെടുക്കാം. നമ്മൾ കൈ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശമാണ്. പുറകുവശം ഞാൻ അളവ് പറഞ്ഞിരുന്നു. ഇറക്കം 14.5
കഴുത്തിറക്കം 8.5, വണ്ണം 39 ചെസ്റ്റ് വണ്ണം, ലൂസ് കൂട്ടാതുള്ളത്. അപ്പോൾ ലൂസ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 43 കിട്ടും. അതിൻ്റെ 4 എന്ന് പറയുന്നത് 10. നമ്മൾ അടിവശം ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത് എങ്കോണിപ്പുണ്ടെങ്കിൽ മാർക്ക് കിട്ടാനാണ്. അതൊന്ന് കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇറക്കമാണ് പിടിക്കേണ്ടത്. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 14.5 കിട്ടണം. ഇപ്പോൾ സാധാരണ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പഠിച്ചേക്കുന്നത് അതുപോലെ ആയിരിക്കും ചെയ്യുക. ചിലർ വെറുതെ മടക്കി തയ്ക്കും, ചിലർ പടി വെച്ച് തയ്ക്കും. എങ്ങനെയാണോ പഠിച്ചേക്കുന്നത് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിപ്പം ചെയ്യുന്നത് ബിഗിനേഴ്സ് ചെയ്യുന്ന പോലെ ഇപ്പം മടക്കി തയ്ക്കുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. എന്നാലേ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ 14.5 നമുക്ക് ഇറക്കം കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 16.5 ഇഞ്ച്. 16.5 ഇഞ്ച് ഇറക്കം നമ്മൾ ഇടയുണ്ട്. നമുക്ക് വരയ്ക്കാം. ഇനി ഇവരുടെ ഷോൾഡർ വീതി എന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ കഴുത്തിറക്കം 8.5 ഇഞ്ചാണ്. അപ്പം കഴുത്തിറക്കം 8.5 വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറിൽ നിന്ന് നമുക്ക് 2.5 ഇഞ്ച് കുറച്ചിരിക്കണം. 2 അല്ലെങ്കിൽ 3 ഇഞ്ച് കുറയ്ക്കണം. നമ്മൾ 8.5 ഇഞ്ചാണ് ഇവിടെ ഇറക്കം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 15 ഇഞ്ചാണെങ്കിൽ ഇതിൽ നിന്നും 2.5 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര വന്നു? 12.5 വന്നു. 15 നമ്മൾ 2.5, അതായത് 8.5 ഇഞ്ച് ഇറക്കം ആയതുകൊണ്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും 2.5 കുറച്ചു. നമ്മൾ 8-ന് ഇനിയും താഴേക്കാണ് പോകുന്നതെങ്കിൽ 9, 10 ഒക്കെ ആണെങ്കിൽ നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കും. 3.25 ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പം 7-നും 8-നൊക്കെ ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, 8-ന് താഴേക്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് 2.5 ഇഞ്ച് കുറയ്ക്കണം. ഇനി 9-ന് താഴോട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 3, 3.25 കുറച്ച് കൊടുത്തിരിക്കണം. അതായത് ഓരോ ഇഞ്ച് ഇറക്കം തോറും 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഇറക്കം 8.5 എടുത്തിട്ടുണ്ട്. 8.5. ഇറക്കത്തിന് നമ്മൾ 16.5 എടുത്തത്. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 14.5 കിട്ടുന്നത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇത് കാരണം അടയാളപ്പെടുത്താൻ കാരണം നമ്മളിത് മടക്കി തയ്ച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇറക്കം കുറഞ്ഞു പോകും. അങ്ങനെ ആയിരിക്കും ബിഗിനേഴ്സിനൊക്കെ സംഭവിക്കുക. അപ്പോഴാണ് നമുക്ക് ബ്ലൗസിന് ഇറക്കം കുറയുമ്പോൾ നമ്മുടെ ബ്ലൗസ് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അത് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും തയ്ക്കാനുള്ള ഡിസ്റ്റൻസ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കും. കുറേ തയ്ച്ച് പരിചയമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ തയ്ച്ച് ശീലമില്ലാത്തവരാണ്, ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നതാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അതായത് തയ്ക്കാനുള്ള ഡിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കണം. നമ്മളിവിടെ തയ്ക്കാനുള്ള ഡിസ്റ്റൻസ് ഇതാണ് നമുക്ക് ഒറിജിനൽ കിട്ടേണ്ട വര, അതായത് 14.5. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് കറക്റ്റ് 14.5-ൽ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടണം. നമ്മൾ കഴുത്ത് ഇവിടെ 8.5 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 8.5 കഴുത്തിറക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 15-ൽ നിന്നും ഒറിജിനൽ ഷോൾഡറിൽ നിന്നും നമ്മൾ 2.5 ഇഞ്ച് കുറച്ച് കൊടുക്കും. അപ്പോൾ 2.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 12.5 കിട്ടുന്നത്. അപ്പോൾ 12.5-യുടെ പകുതി 6.25. 6.25 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തകലമാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മളിവിടെ 2.5 ഇഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 2.25 അടയാളപ്പെടുത്തി. നമുക്ക് വരയ്ക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് പടിയുടെ ഇറക്കക്കുറവാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പടി തയ്ക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഫ്രണ്ട് വശമൊക്കെ തയ്ച്ചിട്ടാണ് പടി തയ്ക്കുന്നതെങ്കിൽ ഈ വരയുടെ മുകളിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മടക്കി അടിക്കുക. അതുപോലെ നമ്മൾ പടി വെച്ച് അടിക്കുന്നെങ്കിലും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നിങ്ങൾ പടി വെച്ച് കൊടുക്കാൻ. എങ്കിൽ ഒരിക്കലും മുകളിലേക്ക് കയറി പോവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അളന്ന് നോക്കുകയും ചെയ്യണം. നമുക്ക് വേണ്ട ഇറക്കം ഉണ്ടെന്ന് നമ്മൾ അളന്ന് ബോധ്യപ്പെടും. എന്നിട്ട് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പടിയുടെ കാര്യം പറഞ്ഞു, ഒന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കുഴിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴുത്തിറക്കം 8.5 കൊടുത്തു. ഷോൾഡർ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് ഈ ഇറക്കം ആയതുകൊണ്ട് നമ്മൾ 2.5 ഇഞ്ച് കുറച്ചു. നമ്മൾ 12.5 കൊടുത്തു. അതിൻ്റെ 2-1 എന്ന് പറയുന്നത് 6.25. 6.25 അടയാളപ്പെടുത്തി നമ്മൾ 2.5 ഇഞ്ച് കഴുത്തകലം കൊടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നമ്മൾ തയ്യലൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവർ, അല്ലെങ്കിൽ വീടിനടുത്ത് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കുന്നവരൊക്കെ ആകുമ്പോൾ ചിലപ്പം എല്ലാം ഒന്നും കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തുണിയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ അത്ര കൃത്യമായിട്ട് അറിയുന്നു വരില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു തന്നോടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കും. അപ്പോൾ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുന്ന
കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ആ വീഡിയോ ആയിരിക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഏതാണോ അതാണ് നമ്മൾ തുണി വെട്ടാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുന്ന വീഡിയോ ആയിരിക്കും, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രശ്നം വരുന്നതെന്നാന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മളിവിടെ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുക നോക്കുക. അപ്പോൾ ഇതിവിടെ നമ്മൾ 6.25 ഷോൾഡർ വീതി കൊടുത്തിട്ടുള്ളത്. അതേ 6.25 തന്നെ നമ്മൾ കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്താൽ എല്ലാവർക്കും അത് കറക്റ്റായി വരില്ല. കാണിച്ചു തരാം. ചിലർക്ക് വരും, കാരണം ബോർഡിനൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മളതേ ഷോൾഡറിൻ്റെ അതേ വീതിയിൽ ഇറക്കം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചില ശരീരപ്രകൃതികൾക്ക്, അതായത് വിടർന്ന ഷോൾഡർ ഉള്ളവർക്ക് ഷോൾഡറിൻ്റെ അതേ വീതിയിൽ കൈക്കുഴിയുടെ ഇറക്കം കൊടുത്താലും കുഴപ്പമൊന്നും വരില്ല, അവർക്ക് കറക്റ്റായി വരും. പക്ഷെ എല്ലാവർക്കും ആവില്ല. ഇത് നോക്കാം, നമ്മളിപ്പം കൈക്കുഴി ഈ ഷോൾഡറിൻ്റെ അതേ ഇറക്കം തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 6.25 കൊടുത്ത് ഇവിടെ 6.25 കൊടുത്തു, 6.25. അപ്പം നമുക്ക് ചെസ്റ്റ് വണ്ണം 10.25 വേണ്ടത്. അതായത് 43ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത്, അതായത് 39 ചെസ്റ്റ് വണ്ണം. 4 ഇഞ്ച് കൂട്ടി നമ്മൾ, അതായത് 43ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത്, അതായത് 39 ചെസ്റ്റ് വണ്ണം. 4 ഇഞ്ച് കൂട്ടി നമ്മൾ 3 കണ്ടെത്തി. അപ്പോൾ 43ൻ്റെ 4 എന്ന് പറയുന്നത് 10.25. അത് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ നമുക്ക് 6.25 ഇതിൻ്റെ പകുതി കാണും. അവിടെ നമ്മൾ കൈക്കുഴിക്കുള്ളത് വരച്ചു. ഇതാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണം. അപ്പോൾ നമുക്കിത് നടന്നു നോക്കാം. നമ്മൾ ആം ഹോൾ റൗണ്ട് നമുക്ക് 17.5 അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നു. അപ്പോൾ 18 കിട്ടുന്നു. അപ്പോൾ 18ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ്. നമുക്ക് ആ 9 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ തയ്യൽത്തുമ്പിനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇവിടെ അതിന് താഴെ വെച്ചാൽ നമ്മൾ തയ്ക്കുന്ന രീതിയിലായിരിക്കണം ടേപ്പ് വെക്കേണ്ടത്. അപ്പോൾ തയ്ക്കുന്ന രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇവിടെ നമുക്ക് 10 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ചിലർക്ക് ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്താൽ വരുന്ന പ്രശ്നം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈക്കുഴി ലൂസായി പോകും, നമുക്ക് ബ്ലൗസ് കറക്റ്റ് ഫിറ്റ് ആകാതെ വരും. അപ്പോൾ ലൂസ് വരുമ്പോൾ തന്നെ നമ്മുടെ ഷോൾഡർ ഇറങ്ങും, നമ്മുടെ ബ്ലൗസ് ശരീരത്തിന് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് ആക്കേണ്ടത് ഈ കൈക്കുഴിയാണ്. അപ്പോൾ നമ്മൾ ഈ 6.25 ആണ് കൊടുത്തിട്ട് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തുവാണ്. നമ്മുടെ 9 ഇഞ്ച് ആം ഹോൾ റൗണ്ട് കിട്ടുന്ന പോലെ തന്നെ നമ്മളിവിടെ കൈക്കുഴി മാറ്റി വരയ്ക്കാൻ പോവാണ്. ഒന്നോടെ അളന്ന് കാണിക്കാം. നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിന് നമുക്ക് കിട്ടിയത്, ഈ ചെസ്റ്റ് അളവിൽ കിട്ടിയത് 10 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച്, 1 ഇഞ്ച് നമുക്ക് ഇവിടെ കൂടുതൽ വരുന്നുണ്ട്. അത് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ കൈക്കുഴി മാറ്റി സെറ്റ് ചെയ്യണം. അപ്പം ഷോൾഡർ തന്നെ കൈക്കുഴി എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. നമ്മളിവിടെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. നമുക്ക് മാറ്റി വരയ്ക്കാം. നമുക്ക് മഞ്ഞ ചുവപ്പ് കൊണ്ട് വരയ്ക്കാം. അപ്പം നമ്മളിതിലാണ് 5.5 ഇഞ്ച് കൈക്കുഴി കൊടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അളന്ന് നോക്കാം. ഇവിടെ തയ്യൽത്തുമ്പുണ്ട്. നമ്മൾ അതിന് താഴെ ടേപ്പ് വെച്ചാൽ നമ്മളെ അടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ടേപ്പ് വെച്ച് അളക്കുന്നു. 6, 7, 8, നമുക്കിവിടെ കറക്റ്റ് 9 ഇഞ്ച് കിട്ടി. കണ്ടോ, കാണാമല്ലോ അല്ലേ? കറക്റ്റ് 9 നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ കൊടുക്കാവുന്നത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ബോർഡിനൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കാം. അതുപോലെ നമ്മൾ കോളറിനൊക്കെയാണെങ്കിൽ നമുക്ക് ഷോൾഡർ തന്നെ അതിൽ നമുക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും, 1/2 ഇഞ്ചും കൂടെ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആം ഹോൾ റൗണ്ടിനനുസരിച്ചാണോ നമ്മുടെ കൈക്കുഴി വരുന്നതെന്നാണ്. അല്ലെങ്കിൽ നമുക്കവിടെ ലൂസ് വരും, ഉറപ്പായിട്ടും ലൂസ് വരും, നമുക്ക് ബ്ലൗസ് കറക്റ്റ് ഫിറ്റ് ആകാതെ പോകും. ഇത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ചെയ്യണം. ഇതാണ് കറക്റ്റ് വേ. അപ്പോൾ നമുക്ക് അടിയിലത്തെ വണ്ണം 35 നമ്മൾ 8.5 ഇഞ്ച് അടിയിലത്തെ വണ്ണമായിട്ട് എടുത്തി. പിന്നെ ടക്ക് കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവിടെ ടൈറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ടൈറ്റ് കിട്ടി മുറുക്കമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ടക്ക് കൊടുക്കാം. അതിന് നമ്മൾ അങ്ങനെ ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂടുതൽ ഇടുക. 8.5ക്ക് പകരം 9 ഇടുക. എന്നിട്ട് 9ൻ്റെ പകുതി നമ്മൾ ടക്കായിട്ട് അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് ഇറക്കവും കൊടുക്കുക ടക്കിന്. ഇതിന് ഞാനിവിടെ ടക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ ടൈറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ടക്ക് കൊടുത്ത് നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്, അതായത് ഇവിടുത്തെ വീതി കുറഞ്ഞു പോകുന്നത്. നമ്മളിപ്പം കൈക്കുഴി കറക്റ്റാക്കി, നമ്മൾ
ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമ്മൾ കറക്റ്റാക്കി. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഷോൾഡറിനനുസരിച്ച് കൈക്കുഴി കൊടുത്താൽ ഇത് നമുക്ക് ലൂസ് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ആം ഹോൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെയാണ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്തിട്ട് നമ്മൾ കൈക്കുഴി വരച്ചു നോക്കാം. അപ്പോൾ എന്താണ് ചെയ്യുക, നമുക്കിവിടെ 1/2 ഇഞ്ച് വ്യത്യാസമുണ്ട്. നമ്മളുടെ ഒറിജിനൽ നമുക്ക് വേണ്ട കൈക്കുഴിയും നമ്മൾ എടുത്ത കൈക്കുഴിയും തമ്മിൽ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. ആ 1/2 ഇഞ്ചിൻ്റെ വീതി കുറവ്, അതായത് ഇറക്കക്കുറവ് നമുക്ക് ഇവിടെയും വരും. അതായത് നമുക്ക് ഒറിജിനൽ നമ്മൾ കൈക്കുഴി എടുത്ത് ചെയ്യേണ്ടത് നമുക്ക് 9 ഇഞ്ചാണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഷോൾഡർ തന്നെ 3 കൈക്കുഴി കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ 1/2 ഇഞ്ച് നമ്മൾ കൂടുതലാണ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈ വിരിവ്, അതായത് ഈ വീതി നമുക്കിവിടെ കുറഞ്ഞു പോകും. നമുക്ക് ഇവിടെ 9 കിട്ടേണ്ടടുത്ത് നമുക്ക് 8.25 കിട്ടുള്ളൂ, ഉണ്ടാവും. അപ്പോൾ ആ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ കുറവ് വരും. ഈ ബ്ലൗസ് ഈ കൈ പൊക്കുമ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്താൽ നമുക്ക് 2 പ്രശ്നമാണ് പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഇവിടുത്തെ വീതി കുറഞ്ഞു പോകും. അപ്പം നമ്മൾ ബ്ലൗസ് എല്ലാം തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൈ മുകളിലേക്ക് പൊക്കുമ്പോൾ ഈ ബ്ലൗസ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറും. അതായത് ഇവിടെ നമുക്ക് കുറയുമ്പോൾ ഈ കൈ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കുറഞ്ഞു പോകും. പിന്നെ രണ്ടാമത്, നമ്മുടെ ഷോൾഡർ തന്നെയാണ് കൈക്കുഴി കൊടുക്കുന്നതെങ്കിൽ ആം ഹോളിനേക്കാളും നമുക്ക് ഇവിടെ ലൂസ് വരും, ബ്ലൗസ് ഫിറ്റ് ആകാതെ വരും. അപ്പോൾ നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ടത് ആം ഹോളിനനുസരിച്ച് കൈക്കുഴി കറക്റ്റ് ചെയ്യുക. ഇവിടുത്തെ അളവ് കറക്റ്റ് ആണോ നോക്കുക. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ അളവിനനുസരിച്ച് കൈക്കുഴി എടുത്താൽ തന്നെ നമ്മുടെ ബാക്കി എല്ലാ അളവുകളും കൃത്യമായിട്ട് വന്നിരിക്കും. അപ്പം ഇങ്ങനെ 3 കാര്യമാണ് പുറകിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിത് വരയ്ക്കാം. പിന്നെ നമ്മൾ കഴുത്തിറക്കം കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ കൈക്കുഴിയേക്കാളും നമ്മൾ താത്തിയാണ് കഴുത്തിറക്കം കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ ഈ കൈക്കുഴിയുടെ നേരെയാണ് നമ്മൾ കഴുത്തിറക്കം എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നില്ല. കൈക്കുഴിയേക്കാളും ഇറക്കിയാണ് നിങ്ങൾ കഴുത്തിറക്കം എടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറച്ച് കൊടുത്തിരിക്കണം. അതായത് ചെസ്റ്റ് അളവ് എടുക്കുന്നതിൽ നിന്നും നമ്മൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറച്ച് കൊടുത്തിരിക്കണം. കാരണം ഈ കഴുത്ത് വിരിയുന്നതനുസരിച്ച് ബ്ലൗസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, അവിടെ ലൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കഴുത്ത് വിടർത്തി വെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് കുറച്ചായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. ഇവിടെയാണ് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയത്. അപ്പം കഴുത്തിറക്കം കൂടുതലായതുകൊണ്ട് നമ്മൾ 1/4 ഇഞ്ച് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ നമ്മുടെ ലൈൻ വരുന്നത്. നമുക്ക് അളവും കൂടെ വരയ്ക്കും. ടൈൽത്തുമ്പോൾ കൂടെ നമ്മൾ വരച്ചു. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വ്യൂ വരയ്ക്കാം. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ബ്ലൗസ് വെട്ടാൻ. ബ്ലൗസ് നല്ല കറക്റ്റ് ഫിറ്റ് ആകാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പുറകിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ലെവലിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ ഈ പടി ഇങ്ങനെയാണ് മടക്കി തയ്ക്കുന്നതെങ്കിലും തയ്ക്കേണ്ടത്. ഇങ്ങനെ അതിനുശേഷം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായി വേണ്ട ഇറക്കം, തയ്യൽത്തുമ്പ് അടക്കം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ തയ്യൽത്തുമ്പ് കഴിഞ്ഞാൽ ഇവിടുത്തെ തയ്യൽത്തുമ്പ് കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യം 14.5 കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഷോൾഡർ കൂട്ടി ചെയ്യിപ്പിക്കാൻ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് വശത്തെ ആ 3 കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സാധാരണ ഫ്രണ്ട് വശം വെട്ടുന്നത് യൂട്യൂബ് നോക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചിടുന്നു. പുറകുവശം വെട്ടി കഴിഞ്ഞിട്ട് നേരെ 2 ആക്കി മടക്കിയിട്ട് തേഴ് വശം, അതായത് ഓപ്പൺ സൈഡ് നമ്മുടെ സ്ഥലത്തേക്കായിട്ട് തിരിച്ചിടുന്നു. സ്ട്രെയിറ്റ് ആണ് വെട്ടുന്നതെങ്കിൽ നമ്മളിങ്ങനെയാണ് ഇടുക. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് പടിക്കുള്ളതിടും, തയ്യൽത്തുമ്പിടും. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ ഇതിനേക്കാളും, അതായത് പുറകുവശത്തേക്കാളും 1 ഇഞ്ച് കൂടുതലിടും. അങ്ങനെയാണ് നമ്മൾ മുൻവശം അടയാളപ്പെടുത്തുന്നത്. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ എല്ലാം അടയാളപ്പെടുത്തി വെക്കാം. കൈക്കുഴി ഇതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ, ഇവിടെ 2.5 ഇഞ്ച് കൂടുതൽ,
നമ്മുടെ കപ്പിനനുസരിച്ച് ഇവിടെ കൂടുതലിട്ടു, ഇവിടെ 1 ഇഞ്ച് കൂടുതലിട്ടു. ബാക്കി നമുക്ക് ഫ്രണ്ട് കഴുത്ത് 5.5 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് അളക്കുന്നത്. നമ്മൾ കഴുത്ത് വരച്ചു, കൈക്കുഴി വരച്ചിട്ടുണ്ട്, നമ്മൾ അടിവശത്തെ ഇറക്കം എടുത്തിട്ടുണ്ട്, വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് വശം സ്ട്രെയിറ്റ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ പുറകുവശം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഇപ്പോൾ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തുന്നത്, നമുക്ക് വേണ്ട കട്ടിങ്ങിൻ്റെ അകലം അടയാളപ്പെടുത്തി 4.5 ഇഞ്ച്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെ അടയാളപ്പെടുത്തി നോക്കാം. അപ്പോൾ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു, അതിന് ശേഷം നമ്മൾ വെട്ടിയെടുക്കുക ചെയ്യുക. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമുക്ക് ഇവിടെ 14 ഇഞ്ച് ഇറക്കമുണ്ട്, പക്ഷേ നമുക്കിവിടെ വേണ്ടത് 15 ഇഞ്ച് ഇറക്കമാണ്. നോക്കുക, നമുക്ക് ഒറിജിനലായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം 15 ആണെങ്കിൽ നമ്മളിവിടെ എടുക്കുന്നത് 14 ആയിപ്പോയി. അപ്പോൾ എന്താണ്, നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇറക്കം ഇവിടെ 11 ആണ്. അപ്പോൾ 11 നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ അതിനുശേഷം ഈ ടക്കിൻ്റെ നീളം നോക്കിയാൽ നമുക്ക് 3 ഇഞ്ചാണ് നീളമുള്ളത്. സാധാരണ നമുക്ക് ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്ക് ഇവിടെ നിന്ന്, അതായത് പോയിന്റിൽ നിന്ന് 3.5 എങ്കിലും താഴേക്ക് ഇറക്കം വേണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താതെ നമ്മളിങ്ങനെ ചെയ്താൽ, നമ്മൾ കട്ടിങ്ങിന് അടയാളപ്പെടുത്തി നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇറക്കം കുറഞ്ഞു പോകും. അപ്പോൾ ഈ ടക്ക് നമ്മളിവിടെ ഇടുന്ന ടക്കിൻ്റെ ബ്രസ്റ്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ആ ബ്രസ്റ്റിലേക്ക് കയറി ഈ കട്ടിങ് നിൽക്കും. കാരണം ഇവിടെ ഇറക്കം കുറവല്ലേ. അപ്പം നമുക്ക് ഈ കട്ടിങ് കയറി നിൽക്കുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പോൾ ഇത് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പം ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ട അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയ ശേഷമായിരിക്കണം നമ്മൾ കട്ടിങ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്കിപ്പം അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം 15 ആണെന്ന് ഓർക്കുക. ഇപ്പം 15 ആണെങ്കിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. അപ്പം ഇവിടെ നമ്മൾ 4.5 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് കട്ടിങ്ങിൻ്റെ ഇറക്കം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നമ്മൾ കൃത്യമായിട്ട് അളന്നിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ. അപ്പോൾ ഇതാണ് വ്യത്യാസം വരുത്തേണ്ടത്. നിങ്ങൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അളക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അളന്നിട്ട് വേണം നമ്മൾ ഈ ടക്കിനുള്ള നീളം കണ്ടെത്താനും വരയ്ക്കാനും. അപ്പോൾ അതാണ് 4ാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ കൃത്യമായിട്ട് അളന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ട് തന്നെ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. അടിക്കുന്ന നേരത്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ നമുക്ക് 45 ബ്രസ്റ്റ് വണ്ണം, അതായത് 41 നമ്മുടെ ബ്രസ്റ്റ് അളവ്. അപ്പോൾ 41ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 45 കിട്ടുന്നു. 45ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 11.25 അപ്പം 11.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ചെരിച്ച് വരയ്ക്കാൻ. അല്ലാതെ നമ്മൾ നേരെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റായി പോകും. പിന്നെ നമ്മൾ ടക്കിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത് ഈ അണ്ടർ ബ്രസ്റ്റ്, അതായത് നമ്മുടെ ബ്രസ്റ്റ് അളവിൻ്റെ വണ്ണവും ഇവിടെ നമുക്ക് ബ്രസ്റ്റ് അളവ് 41, വേസ്റ്റ് അളവ് 35. അപ്പോൾ നമുക്ക് 6 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ആ 6 ഇഞ്ച് വ്യത്യാസമാണ് നമ്മളിവിടെ ടക്കായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് ടക്കിൻ്റെ വീതി കൊടുക്കേണ്ടത്. അതായത് 35ഉം 41ഉം തമ്മിൽ 6 ഇഞ്ച് വ്യത്യാസം. 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ 1.5 കൊടുക്കുന്നു, ഇവിടെ 1.5 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ഇഞ്ച് ടക്കിൻ്റെ നീളം വന്നു, വീതി വന്നു. അങ്ങനെയാണ് നമ്മൾ ടക്ക് അടയാളപ്പെടുത്തേണ്ടത്. അതായത് ബ്രസ്റ്റിൻ്റെ വണ്ണവും അണ്ടർ ബ്രസ്റ്റിൻ്റെ വണ്ണവും കൂടെ വേസ്റ്റിൻ്റെ വണ്ണവും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം നമുക്ക് പകുതി കണ്ടിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അളന്ന് അടയാളപ്പെടുത്തി വേണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ. നമുക്കിവിടെ ടക്ക് ഇവിടുന്ന് 1.5 ഇഞ്ച് മാറ്റുക, ഇവിടുന്ന് 1.5 ഇഞ്ച് മാറ്റുക. ചിലർക്ക് ഇവിടുന്ന് 2 ഇഞ്ച് മാറ്റേണ്ടി വരും. ബ്രസ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് മാറ്റിയിട്ടായിരിക്കണം ടക്കിന് അടയാളപ്പെടുത്തുന്നത്. ഈ ടക്കിൻ്റെ നേരെ നമ്മൾ വരച്ചെടുക്കണം. ഇവിടെ 4 ഇഞ്ചാണ് നമ്മൾ ടക്കിന് വീതി അടിക്കുന്നത്. ഇവിടെയും 4 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ടക്കിന് വീതി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ പുറകുവശത്തെ ആയിരുന്നു നമ്മൾ വരച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യേണ്ടത്.
പുറകിൽ നിന്നും നമ്മൾ പിന്നെയും കുറച്ചുകൂടെ വെട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ കൈക്കുഴി ചെയ്യാൻ. അപ്പം പറഞ്ഞു വന്നത്, നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. ഇവിടുത്തെ വണ്ണം നമ്മൾ അടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വണ്ണത്തിൽ നമ്മൾ അടിച്ചിരിക്കണം. ചെസ്റ്റ് വണ്ണം നമ്മൾ കൃത്യമായിട്ട് വണ്ണത്തിൽ അടിച്ചു കൊടുത്തിരിക്കണം. അപ്പം അങ്ങനെ 3 കാര്യങ്ങളാണ്. ചെസ്റ്റ് വണ്ണം കറക്റ്റ് ചെയ്യുക, ഇവിടുത്തെ വണ്ണം, അതായത് ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ അടിയിലത്തെ കറക്റ്റ് നമുക്ക് ആ 3ാമത്തെ കൊളുത്തിൻ്റെ അവിടുത്തെ വണ്ണം കറക്റ്റ് ചെയ്യുക, ഏറ്റവും അടിയിലത്തെ വണ്ണവും നമ്മൾ കറക്റ്റ് അളവിലായിരിക്കണം അടിക്കേണ്ടത്. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് ബ്ലൗസ് തയ്ക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സ്ട്രെയിറ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ക്രോസ് കിട്ടുന്ന അങ്ങോട്ട് നോക്കാം. നമ്മൾ തുണി 2ആക്കി മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ പുറകുവശം ഇങ്ങനൊരു കോർണറിൽ എടുത്ത് വെച്ചു. നമ്മൾ ക്രോസ് വെട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കോർണറിൽ ഇതിൻ്റെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, കഴുത്തിറക്കം, കഴുത്തകലം, നമ്മൾ ഇവിടെ 4 ഇഞ്ച് തയ്യൽത്തുമ്പിട്ടു, യു വരച്ചു, കൈക്കുഴി വരച്ചു. ഇവിടെ അതുപോലെ തന്നെ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടു. അതിവിടെ ടക്ക് വരുന്നതുകൊണ്ട് 1 ഇഞ്ച് കൂടുതലിട്ടു. നമ്മൾ അടിവശത്ത് ടക്കിന് വേണ്ടി 2.5 ഇഞ്ച് കൂടുതലിട്ടു. 2.5 3. വരച്ച ശേഷം നമ്മൾ എടുത്തു മാറ്റുന്നു. അതിന് ശേഷം നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാൻ. അപ്പോൾ ക്രോസ് കട്ടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1.5 അടയാളപ്പെടുത്തുന്നു, ഇവിടെ നിന്ന് 1.5. അല്ലെങ്കിൽ നമുക്ക് അളവ് ബ്ലൗസിൽ തയ്ച്ച് കിട്ടി, അത് നമുക്ക് അളവിന് തന്നേക്കുന്ന ബ്ലൗസിൻ്റെ ഇവിടുത്തെ ഇറക്കവും, അത് പടിയുടെ ഇവിടുത്തെ ഇറക്കവും ഇവിടുത്തെ ഇറക്കവും നോക്കുക. അതിന് ശേഷം നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് 4 വേണ്ടത്, 4.5 വേണ്ടത്, നമുക്ക് 5 ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് 6 വേണ്ടത്, നമുക്ക് 7 അടയാളപ്പെടുത്തണം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ 1/2 ഇഞ്ച്, ഇവിടുത്തെ 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് വേണം നമുക്ക്. അപ്പോൾ ഇനി ടക്ക് 4.5 ഇഞ്ച് ടക്ക് അടയാളപ്പെടുത്തി. ഫസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കം 11 ഇഞ്ച്, തയ്യൽത്തുമ്പടക്കം 11.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. ശേഷം 1.5 ഇഞ്ച് ടക്കിൻ്റെ വീതി, ഇതിലേക്ക് നമ്മൾ ചരിച്ച് വരയ്ക്കുന്നു. ഇങ്ങനെയായിരിക്കണം നമ്മൾ ക്രോസ് ആണെങ്കിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്യണം. പുറകിലത്തെ വീതി നമുക്ക് കൈക്കുഴിക്ക് വേണ്ട. ഇല്ലെങ്കിൽ നമുക്ക് ആംഹോൾ വെച്ചിട്ടായാലും വരച്ചെടുക്കാം. ഇതാണ് ആംഹോൾ കർവ്. നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൈ കൊണ്ടും വരയ്ക്കാം, ആംഹോൾ കർവ് കൊണ്ടും വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. മറ്റേത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ക്രോസ് വരച്ചതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ കസ്റ്റമറിന് വേണ്ടി. നമ്മൾ ഈ ഷേപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നേരെയായി പോകാതെ
ചിലർ നേരെ വെട്ടുന്ന കാണാം, തയ്ച്ച് വരുമ്പോൾ നേരെ വരുള്ളൂ. അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഷേപ്പ് നമുക്ക് എപ്പോഴും കിട്ടും നല്ലതാണ്. നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് തന്നെയാണ് താഴെ വശത്ത് കിട്ടേണ്ടത്. തയ്ക്കുമ്പോഴും വെട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ തയ്ത്തും വിട്ടില്ലായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ടിംഗ് ആണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് 35-ൻ്റെ 4 എന്ന് പറയുമ്പോൾ 8.5 നമുക്ക് 8.5 + 1 തയ്യൽത്തുമ്പ്. നമുക്ക് 10 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ വീതി കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. എല്ലാത്തിനും ഒരേ വീതിയല്ല, പലതിനും പല രീതിയിലായിരിക്കും. ഇറക്കത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ നമുക്ക് 15 ഇറക്കം വരുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ചിലപ്പോൾ 4.5 ആവാം, ചിലപ്പോൾ 3.5 ആവാം, ചിലപ്പോൾ 3 ആവാം. അങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഞാൻ 2 വശത്ത് 5 കൊടുത്തത്, നടുക്ക് 4 കൊടുത്തത്. അപ്പോൾ നമുക്ക് നമ്മൾ കട്ടിങ്ങിൽ, അതായത് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടി ആ ഷേപ്പ് തന്നെ നമുക്ക് കട്ടിങ്ങിൽ ഇവിടെ കിട്ടും. ഉണ്ടോ? നടുക്ക്, അതായത് നമ്മൾ ടക്ക് ഇടുന്നിടത്ത് കുഴിഞ്ഞു വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടിക്കുമ്പോഴായാലും വെട്ടുമ്പോഴായാലും നമ്മൾ ഈ ഷേപ്പ് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ വളഞ്ഞു വരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ കട്ടിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ 6 പീസ് വേണം. ക്രോസ് പീസ് വേണം. ക്രോസ് വെട്ടുന്ന കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പീസാണെങ്കിൽ ഇങ്ങനെ വരുന്നത് ക്രോസാണ്, ഇങ്ങനെ വരുന്നത് വിലങ്ങനെയാണ്, ഇങ്ങനെ വരുന്നത് കുത്തനെയാണ്, ഇങ്ങനെ വരുന്നത് കോണായിട്ട് വരുന്നത് ക്രോസ് പീസാണ്. നമ്മളൊരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചൊക്കെ ഇട്ടിട്ട്, നല്ലത് തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ 1 ഇഞ്ച് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു 1.25 വീതി ഇട്ടിട്ട് നമുക്ക് ക്രോസ് വെട്ടിയെടുക്കണം. നമ്മുടെ കഴുത്തിൻ്റെ തയ്യലിന് ആവശ്യമായ പീസുകൾ നമ്മൾ അങ്ങനെ വെട്ടിയെടുക്കണം. നമ്മൾ ക്രോസ് വെട്ടുമ്പോൾ കൃത്യമായിട്ട് വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക, തുടക്കക്കാരാണെങ്കിൽ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽ വീഡിയോ ഇടുന്നില്ല, കാരണം ഒരുപാട് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഞാൻ ബ്ലൗസ് കറക്റ്റായിട്ട് തയ്ക്കുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ, അതായത് നമ്മൾ പ്രശ്ന പരിഹാരമാണ് പറഞ്ഞത്, നമുക്ക് വരുന്ന പ്രോബ്ലമാണ് നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള കട്ടിങ് ആണ് കാണിച്ചു തന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പടി തയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അളന്നിട്ട് തന്നെ നമ്മൾ ആ അളവിനുള്ളിൽ നമ്മുടെ തയ്യൽ കറക്റ്റായി വന്നിട്ടുണ്ടോ എന്നും, അതുപോലെ നമ്മളിത് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ അളവ്, അതായത് ഇറക്കം കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ആം ഹോളിനനുസരിച്ച് കൈക്കുഴി കറക്റ്റ് ചെയ്യുക. ഷോൾഡറിനനുസരിച്ച് കൈക്കുഴി കൊടുത്താൽ ഇവിടുത്തെ ഇറക്കം കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കൈ മുകളിലേക്ക് വലിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇറക്കം കുറഞ്ഞു പോകും, ഇത് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. ഇവിടുത്തെ ആം ഹോളിൽ കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി കൊടുക്കുക. ഇതാണ് പുറകിലുള്ളത്. മുന്നിലുള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. അതുപോലെ ടക്ക് നമ്മൾ കറക്റ്റ് ഇറക്കത്തിലും നമ്മുടെ വലിപ്പത്തിൽ, അതായത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിയിൽ നമ്മൾ കൊടുക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ടക്ക് നമ്മൾ കറക്റ്റ് അളവിൽ കൊടുക്കുക, അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ അടിക്കുമ്പോൾ ജസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ ലൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ അവിടവും കറക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അടിയിലത്തെ വേസ്റ്റിൻ്റെ വണ്ണവും കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബ്ലൗസ്, നിങ്ങൾ തയ്ക്കുന്ന ബ്ലൗസിനല്ലേ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തയ്യൽ കിട്ടും. ബാക്കി കഴുത്തും കാര്യങ്ങളും എല്ലാം ഞാൻ വേറെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തയ്ക്കുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം. അത് കണ്ട് നിങ്ങൾ തയ്ച്ചെടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്